അതിനപ്പുറത്തേക്ക് ഇത്രയും മികച്ച ഒരു സർവകലാശാല പൂർണ്ണമായ ഭരണസ്തംഭനത്തിലേക്ക് മാറുന്നു. ജീവനക്കാർ ജോലി ചെയ്യുന്നതിന് പകരം ഈ ജോലി സമയത്ത് ഇത്തരം കാഴ്ച കണ്ടു നിൽക്കാൻ അവസരമൊരുക്കുന്നതും ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ്. സിൻഡിക്കേറ്റും VCയും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഈ സംവിധാനത്തെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ്. അതിന്റെ എല്ലാത്തിനും മുകളിലുള്ള ചാൻസലർ കൂടിയായ ഗവർണർ തന്നെയെന്ന് പറയേണ്ടി വരും. ഇതാണിപ്പോൾ സർവകലാശാലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണസ്തംഭനമാണ് കേരള സർവകലാശാലയിൽ. ഒട്ടേറെ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ഓരോരോ ആവശ്യങ്ങൾക്കായി വന്നു പോകുന്ന സർവകലാശാലയിൽ അവർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയുന്നില്ല. പോലീസ് മുഴുവൻ നിയന്ത്രണവും സർവകലാശാലയുടെ ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം SFIക്കാരായിരുന്നു സർവകലാശാലയുടെ നിയന്ത്രണം ഏറ്റെടുത്തത്. ഇന്ന് പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. AISFന്റെ സമരം അവസാനിച്ചു. ഇപ്പോൾ DYFIയുടെ സമരം സർവകലാശാല ഗേറ്റിന് വെളിയിൽ. അകത്തേക്ക് ആർക്കും കടന്നു വരാൻ പോലും കഴിയുന്നില്ല. ഒരാവശ്യത്തിനും വിദ്യാർത്ഥികൾക്ക് എത്താൻ കഴിയാത്ത വിധത്തിൽ സർവകലാശാലയിൽ പൂർണ്ണമായിട്ടും ഭരണസ്തംഭനമാണ്. ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ 2 രജിസ്ട്രാർമാർ ഇതിനകം സർവകലാശാലയിൽ ഒരേ സമയത്തുണ്ട്. ഡോക്ടർ KS അനിൽകുമാർ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. ഡോക്ടർ മിനി കാപ്പന് ചുമതല നൽകിയിരിക്കുന്നു വൈസ് ചാൻസലർ. വൈസ് ചാൻസലർ അല്പസമയത്തിനകം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈസ് ചാൻസലർ എത്തിയാൽ തടയാൻ പ്രതിഷേധിക്കാൻ SFI DYFI വെളിയിൽ സമരം ചെയ്യുന്നു. ഇപ്പോൾ സർവകലാശാല ഗേറ്റിന് വെളിയിൽ ഇപ്പോൾ സംഘർഷഭരിതമായ സാഹചര്യം. എത്രയോ ദിവസങ്ങളായി ഇങ്ങനെയാണ് സർവകലാശാലയ്ക്ക് മുന്നിലെ കാര്യങ്ങൾ. നിർവഹിച്ചു. ആ ഡ്യൂട്ടി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, RSSന്റെ ശാഖയിൽ RSSന്റെ കൊടിയേന്തിയ സ്ത്രീയുടെ രൂപം വെച്ചിട്ട് ഈ സർവകലാശാലയിൽ നിങ്ങൾ പരിപാടി നടത്താൻ പാടില്ല. അത് പറഞ്ഞത് തെറ്റാണോ? അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം ഈ VCക്കുണ്ടോ? VCക്ക് അങ്ങനെ ഒരു അവകാശമില്ല, അധികാരമില്ല. 2 സിൻഡിക്കേറ്റിനിടയിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ രണ്ടാമത്തെ സിൻഡിക്കേറ്റ് വരുമ്പോഴേക്ക് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ VCക്കുള്ളൂ. ആ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് വീണ്ടും സസ്പെൻഷനും വീണ്ടും ചില നടപടികളുമായിട്ട് ഇതിനകത്ത് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരായി കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി. ആ സമരം നടത്തിയപ്പോ RSSനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ VD സതീശനാണ്. എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത്? RSSന്റെ ആജ്ഞാനുവർത്തിയായ RSSന്റെ അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം, ആ പ്രതികരണത്തെ ഗുണ്ടായിസം എന്ന് വിശേഷിപ്പിക്കുന്നു. നീ RSSന്റെ ശാഖയിൽ പോയിട്ട് അഭ്യാസം കളിച്ചവനാണ്. നീ RSSന്റെ താത്വികാചാര്യൻ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ ഓച്ചാനിച്ചെന്ന് വിളക്ക് കൊളുത്തിയവനാണ്. നിന്റെ നേതാവ് K. സുധാകരൻ എന്താ ചെയ്തത്? RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന സുധാകരൻ RSSുമായി ബായി ബന്ധമാണ്. ഇന്നലെ RSSന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടി പ്രസ്താവന പുറപ്പെടുവിച്ചത് VD സതീശനാണ്. VD സതീശൻ ഇപ്പൊ എന്തൊക്കെയാ ചുമതല? കേരളത്തിലെ BJP പ്രസിഡന്റിന്റെ അധിക ചുമതല കൂടി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് RSSന്റെ ഏജന്റായിട്ട് VD സതീശൻ പ്രവർത്തിക്കുന്നു. അന്തസ്സുള്ള KSUക്കാരുണ്ടെങ്കിൽ, ആത്മാഭിമാനബോധമുള്ള യൂത്ത് കോൺഗ്രസുകാരുണ്ടെങ്കിൽ, അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവര് പറഞ്ഞുകൊടുക്കണം. അവര് ഈ കേരള യൂണിവേഴ്സിറ്റി നടക്കുന്ന സമരത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരണം. ആ പ്രതികരിച്ചവരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു, അക്രമ സമരം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതൊന്നും കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമില്ല. VD സതീശനും RSSും ഈ ആർലേക്കറും എല്ലാം കൂടിയിട്ട് കൂറുമുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാലും SFI സമരം അതിനകത്ത് സംഘടിപ്പിക്കും. SFI നടത്തുന്ന സമരത്തിന് എല്ലാ പിന്തുണയുമായിട്ട് DYFI തെരുവിലുണ്ടാവും. ഇയാൾ ധരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ തന്നെ താമസിക്കാമെന്നാണ്. ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആർലേക്കറോടൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കുന്നുമ്മലോടൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ സർവകലാശാല ആസ്ഥാനത്ത് എപ്പോ പ്രവേശിക്കണ്ട, നിങ്ങളുടെ ചേമ്പർ നിങ്ങൾ ഇരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വിധത്തിലേക്ക് DYFI നാളെ മുതൽ അതിശക്തമായ സമരം ഈ കേരളത്തിന്റെ തെരുവിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അവിടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം പേരുകേട്ട പുകൾപെറ്റ നിലയിലേക്ക് മുന്നോട്ട് കുതിക്കുന്നു. ഈജിപ്തിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു. യൂറോപ്പിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നു.
UK യിൽ നിന്ന്, ചൈനയിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിലെ വിവിധ സർവകലാശാല ആസ്ഥാനങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഈ വർഷം മാത്രം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ആ മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ സർവകലാശാലകളിൽ ഭരണസ്തംഭനമുണ്ടാക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതിനെയെല്ലാം മറികടക്കുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന്റെ നാളുകളായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഡിവൈഎഫ്ഐയുടെ സമരപ്രഖ്യാപനമാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് സംസാരിക്കുന്നത്. ഡിവൈഎഫ്ഐ അതിശക്തമായ സമരം നടത്തുമെന്നാണ് അറിയിക്കുന്നത്. അതേസമയം സർവകലാശാലയുടെ ദൈനംദിന കാര്യങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്.